ചിലരൊക്കെ ഇത്തരം കാര്യങ്ങൾ കുടുംബത്ത് പറയില്ല, എന്തെങ്കിലും സംഭവിച്ചാലോചിച്ചിട്ട്. പക്ഷെ പറയാതിരുന്നാലും ചിലപ്പോ സംഭവിക്കേ. അതെ അതെ, അറിയിക്കേണ്ട ചില കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കും. എന്താ തങ്ക സുലു, തമ്പി ഇപ്പൊ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളിലും ഒക്കെ പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ സുലുവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് സുലുവിനോട് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആണുങ്ങളാവുമ്പോ രണ്ടെണ്ണം അടിക്കും, അതൊക്കെ സ്വാഭാവിക. തമ്പി അടിക്കാറുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. നമുക്ക് ഇനി കൂടുതൽ പറയണില്ല. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകത്തോണ്ട് തെളിവുണ്ട്. ഇതാ മറ്റേ സംയമനം പാലിക്കണം, എന്നിട്ട് അതൊന്ന് കാണും. ഇതൊന്ന് അത് വിഷമിക്കൊന്നും വേണ്ട, സംയമനം പാലിക്ക്. നമുക്ക് എന്തായാലും പരിഹാരം കാണാം കേട്ടോ. പിടിച്ചു നിൽക്ക്. ഇപ്പൊ കൈയോടെ ചോദിച്ചാൽ നമുക്ക് രണ്ടും രണ്ട് പാത്രം ആക്കാം. ചായയുടെ നേരത്തെ പറഞ്ഞോളൂ, നീ ഇവിടെ വന്നിരിക്കണം. ഇവിടെ വാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. തമ്പി ഒന്ന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നിങ്ങളൊന്ന് ബീച്ചിൽ പോയോ? ബീച്ചിൽ പോയോന്ന്? എന്നിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറ. പോയെങ്കിൽ എന്താ പോയി? എന്താ കൂടെ ആരുണ്ടായിരുന്നു? ബീച്ചല്ലേ, ഒരുപാട് പേര് കാണും. അതിന് കൂടെ ഉണ്ടാകുന്ന കാര്യം എന്താ ചോദിക്കുന്ന കാര്യം? ഒരുപാട് പേരുണ്ടാന്നല്ലേ ചോദിച്ചത്. നിങ്ങളെ കൂടെ ആരുണ്ടായിരുന്നാ ചോദിച്ചത്. ഇതെന്ത് കുത്തി കുത്തി എന്താ സംഭവം? എന്താടി പറ. സുലു, ഞാൻ കാണിക്കാൻ കൊണ്ട് ഇതാരാ നിങ്ങൾ അടുത്തിരിക്കണ? അതും കുഞ്ഞമ്മയുടെ മോളാ. കുഞ്ഞമ്മേടെ മോള്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ പറയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാ കള്ളന്മാരും പറയണേ കുഞ്ഞമ്മയുടെ മോള്, മാമിയുടെ മോള്, വല്യമ്മേടെ മോള്, കൂടപ്പറപ്പ്. അയ്യോ സത്യം പറ തമ്പി, അതാരാ? അല്ല ഞാൻ പറയാം, നീ പറഞ്ഞോളൂ, കാരണം പറഞ്ഞോളൂ. അതെന്റെ കുഞ്ഞമ്മേടെ മോളാ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമാണ് പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെയും കൊണ്ടൊന്ന് കടൽത്തീരം വരെ പോയതാണ്. കഴിഞ്ഞ ഇന്റർവ്യൂ ഇപ്പം സമയം പോകണ്ടല്ലോ, വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയം കളന്ന് വെച്ചാൽ അവിടെ നിന്ന് വെച്ച് ഞങ്ങളൊന്ന് കൂടി കടലൊക്കെ ഒന്ന് കാണിച്ച് പറഞ്ഞു വിട്ടു. നീ ഉണ്ടായിരുന്നു ഫോട്ടോയില്? പിന്നെ കാണാനില്ല. ഉണ്ട്, താണ്ട ഈ ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞിരിക്കുന്നുണ്ട ഈ കറുത്ത ചുരിദാർ ഇട്ടുകൊണ്ട്. ഞാനത് ആടാ അങ്ങോട്ട് തിരിഞ്ഞിക്കണ. എന്നാലും ഇത് ഏത് നാറി എടുത്ത് അയച്ചു കൊടുത്ത ഫോട്ടോ? അല്ല ഈ ഫോട്ടോ എടുത്ത നാറിയൊക്കെ എനിക്കറിയാം. അവൻ നാറിയല്ല, പരനാറിയ. ഒരു വലിയ ഒരു സുനാമി പ്രതീക്ഷിച്ചു, പക്ഷെ കാറ്റടിച്ചങ്ങ് പോയി. ഒരു നാറിയ കാറ്റ്. ചായടാ ബാ. കഷ്ടം, ഒരു കുടുംബം കലക്ക് ഇറങ്ങിയിരിക്ക. ഏത് കേസും തീരും മനസ്സ് വെച്ചാ മതി.